ഹായ്, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും എസ്പെഷ്യലി എക്സാം ടൈം ആകുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ അക്കൗണ്ടൻസി പഠിക്കാം എന്നുള്ളത്. അത് എക്സാം ടൈം ആകുമ്പോഴാണ് എല്ലാവർക്കും ഒരു ബോധോദയം വരുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. പക്ഷെ അല്ല, നമുക്ക് നേരത്തെ തോന്നേണ്ട സംഭവമാണ്. ബട്ട് എനിവേ ഇനിയിപ്പോൾ പഴയ കാര്യം ആലോചിച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലേ. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെ അക്കൗണ്ടൻസി കൃത്യമായിട്ട് പഠിക്കാം എന്നുള്ളത് മിക്ക ആൾക്കാർക്കും അറിഞ്ഞൂടാ. എല്ലാവരും ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വെറുതെ ടെക്സ്റ്റ് എടുക്കുന്നു, ഇന്ന ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിൽ കയറുന്നു. എക്സാം ടൈം ആകുമ്പോൾ ജസ്റ്റ് ലൈവ് ക്ലാസ്സിൽ കയറുന്നു, അവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതേപോലെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പാറ്റേൺ മാറിയോണ്ട് തന്നെ ഇനി അങ്ങനെയുള്ള പരിപാടികൾ നടക്കത്തില്ല. കൃത്യമായിട്ട് അക്കൗണ്ടൻസി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കേണ്ട സംഭവമാണ്. സോ എങ്ങനെ പഠിക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ, അത് ഞാൻ പറഞ്ഞു തരുന്ന അതേപോലെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല, ബട്ട് അതിൽ നിന്ന് നോക്കിയെടുത്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ മാറ്റി നിങ്ങളുടേതായ സ്റ്റഡി ഓരോരുത്തരും ഓരോ രീതിയിലാണ് പഠിക്കുന്നത്, ആ ഒരു രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലത്തെ എന്താണ് അക്കൗണ്ടൻസി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മിക്ക ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കുറേ തിയറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ തിയറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കുറേ പേരല്ലാതെ വിചാരിച്ചിരിക്കുന്നത് പ്രോബ്ലം പേപ്പറാണ് അല്ലെങ്കിൽ മാത്സ് ആണ് അതിൽ വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തിയറി സബ്ജക്റ്റോ അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡോ വരുന്ന സംഭവമല്ല. ഓക്കെ, മാത്സ് നമ്മൾ 10th വരെ പഠിക്കുന്ന മാത്സ് എന്നുള്ള രീതിയിലേ അല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് കൂടുതലും എന്താണ്, ലോജിക് ബേസ്ഡ് ആണ്, അതേപോലെ റൂൾസ് ഉണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തിയറി അല്ലെങ്കിൽ പ്രോബ്ലം എന്നുള്ളതല്ല. പ്രോബ്ലം തന്നെ നമ്മൾ മാത്സ് പഠിക്കുന്ന പോലെ ബേസിക് മാത്സ് എന്നുള്ള സംഭവം അല്ല വരുന്നത്. എന്താണ് വരുന്നത്, ലോജിക്കാണ്. ഇത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. അത് ആ ലോജിക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തിയറീസ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണോ അല്ല, കാണാതെ പഠിക്കുക എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. പിന്നെ കുറേ റൂൾസ് ഉണ്ട് അല്ലേ, നമ്മൾ ഏതൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ക്രെഡിറ്റ്, അതൊക്കെ പക്ക റൂൾസ് ആണ്. അതിനൊന്നും എന്താ പറയുക, ലോജിക്ക് എന്നുള്ള സംഭവം നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ കുറേ റൂൾസ് ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിരുന്ന കഴിഞ്ഞാലും എന്താണ്, പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ്. കുറേ നമുക്കിതെല്ലാം അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് ബേസിക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഫൗണ്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി നല്ല പാടായിരിക്കും. ആ ഫൗണ്ടേഷൻ വരുന്നത് നിങ്ങൾക്ക് +1-ലാണ്. നിങ്ങൾ വിചാരിക്കും +1 എങ്ങനെയാണെങ്കിലും തട്ടിക്കൂട്ടാം, +2 എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടാം, ഓക്കെ ഫൈൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റിന് പോയാലും ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവത്തില്ല. എല്ലാം ഇങ്ങനെ എന്താ പറയുക, +1 പഠിച്ചു, +2 പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ചു പോകുന്ന എല്ലാം മുകളിലോട്ടാണ് നമ്മൾ കയറി വരുന്നത് അല്ലേ, അല്ലാതെ താഴോട്ട് എന്നുള്ള രീതിയിലല്ല വരുന്നത്. അപ്പം ബേസ് ഫൗണ്ടേഷൻ എന്നുള്ളത് വേണം. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ +1 റിലേറ്റഡ് വരുമ്പോഴത്തേക്കും ആദ്യത്തെ നിങ്ങളുടെ 3 ചാപ്റ്റേഴ്സും, ഓക്കെ, +2കാരാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് +1-ലെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ആദ്യം വരുന്ന 3 ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ ബേസ്. ഓക്കെ, അതിൽ നിന്ന് പിന്നെ ബിൽഡ് ചെയ്ത് വരുന്നതാണ് ബാക്കിയുള്ളത്. ബാക്കിയൊന്നും ബേസ് അല്ല. നിങ്ങൾക്ക് ബേസ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ചാപ്റ്ററാണ് മെയിൻ. അപ്പം നിങ്ങൾക്ക് അത് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി +2കാരാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പഠിക്കാൻ നോക്കി. വേറെ സബ്ജക്റ്റ് അല്ലെങ്കിൽ വേറെ ചാപ്റ്റേഴ്സ് ഒന്നും നോക്കണ്ട, ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം എന്താണ്. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ് ഒന്ന് മറ്റേ സ്കിമ്മിങ് എന്ന് പറയും അതിന്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഓക്കെ ഇതായിരിക്കും എന്നുള്ള, അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്ത് എഴുതും. ഓക്കെ, ആ ഒരു സംഭവം ചെയ്യരുത്. കാരണം നിങ്ങളുടെ പാറ്റേൺ മാറിയോണ്ട് തന്നെ പണ്ടായിരുന്നേ നമുക്കറിയാം ഇത് ഞാൻ ഇന്നലെ ലൈവിൽ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ, ഓക്കെ എടുത്ത് എഴുതാം എന്നുള്ള രീതിയിൽ വരും. ഇപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. പഠിച്ചതായിരിക്കും നിങ്ങൾ, ബട്ട് അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്ന സംഭവം എന്താണ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വായിക്കുക, കൃത്യമായിട്ട് വായിക്കുക. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നതുള്ള ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് കൊടുത്തേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. വായിച്ചതിന് ശേഷം ആലോചിക്കുക ഇത് ഏതാണ്, ഞാൻ പഠിച്ചതിൽ നിന്ന് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏത് ചാപ്റ്ററാണ് മെയിനായിട്ടും, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് ചാപ്റ്ററാണ്, ആ ചാപ്റ്ററിൽ തന്നെ ഏത് ടോപ്പിക്കാണ് ഇവരിപ്പം ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. എന്നിട്ട് എഴുതി തുടങ്ങുക. ഞാൻ എഴുതി തുടങ്ങുമ്പോഴും കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ എഴുതി പോവുക. വെറുതെ അലൂലത്തായിട്ട് പല രീതിയിൽ എഴുതി വെക്കരുത്, ടെൻഷൻ അടിച്ചും എഴുതരുത്. കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കി എന്നിട്ട് വേണം ഒരു ക്വസ്റ്റ്യൻ. അതിനുള്ള ടൈം നിങ്ങൾക്ക് എന്തായാലും തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് പിന്നെ വരുന്നതാണ് പ്രാക്ടീസ് ദ റൈറ്റ് വേ, നോട്ട് ബ്ലൈൻഡ്ലി. നമ്മൾ വെറുതെ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരും, ഡെബിറ്റ് വരും, ക്രെഡിറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല.
കൃത്യമായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് എപ്പോഴും അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ മെയിനായിട്ടും ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു, എന്തുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തു. ആ ഒരു വൈ ഫാക്ടർ നോക്കി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. പക്ഷെ മിക്ക ആൾക്കാരും ചെയ്യാത്തത് ഈ പറഞ്ഞ പോലെ കിട്ടുന്ന ക്വസ്റ്റ്യൻ അതേപോലെ പഠിച്ചിട്ട് അതേപോലെ പോയി എഴുതി വെക്കും. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കും കിട്ടില്ല, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നതുകൊണ്ട്. പണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ, പക്ഷെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതുകൊണ്ട് ആ ഒരു വൈ ഫാക്ടർ നിങ്ങൾ പഠിച്ചാൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നുള്ളത് ചോദിച്ചല്ല നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാടായിരിക്കും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, always do വർക്കിംഗ് നോട്ട്സ്. ഓക്കെ, നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുമ്പോൾ വർക്കിംഗ് നോട്ട്സ് കൃത്യമായിട്ട് എഴുതി പോവുക. അതിന് ചിലപ്പം മാർക്ക് എന്നുള്ള രീതിയിൽ വർക്കിംഗ് നോട്ട്സ് എഴുതുന്നതിന് അവർ സ്പെസിഫിക്കലി മാർക്ക് കിട്ടുക എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ ചെയ്ത് വെക്കുമ്പം ടീച്ചേഴ്സിനാണെങ്കിലും മനസ്സിലാവും, ഓക്കെ ഈ കുട്ടി അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്തു എന്നുള്ളൊരു സംഭവം വരും. നിങ്ങൾ ആൻസർ മാത്രം എഴുതി വെക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് ഇതിന് ഇവൻ കോപ്പി അടിച്ചല്ലോ ആണോ, അവൻ കോപ്പി അടിച്ച് അങ്ങനെ എഴുതിയതാ എന്നുള്ളൊരു സംഭവം വരും. അങ്ങനെ തോന്നരുത്. വർക്കിംഗ് നോട്ട്സ് കൃത്യമായിട്ട് എഴുതി ഇത് ഇങ്ങനെ വന്നു എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇട്ട എഫേർട്ടിനുള്ള മാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ആൻസർ കൃത്യമല്ലാന്നുണ്ടെങ്കിൽ അവരത് വെട്ടിക്കളയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ടും അക്കൗണ്ടൻസി എന്നുള്ള രീതിയിൽ വരുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. ജസ്റ്റ് ഒരു ഓവ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്ന എങ്ങനെയാണോ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൽ മാറ്റം കൊണ്ടുവരാമെന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല രാവിലെ എഴുന്നേറ്റ് പഠിക്കുക, അല്ലെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര മണിക്കൂർ കൊണ്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ചിലർക്ക് തിയറി പഠിക്കാനാണ് പാട് അക്കൗണ്ടൻസിയുടെ, കാരണം അവർക്ക് ആ മീനിങ് അറിയാം. ഓക്കെ, അതനുസരിച്ച് അവർ പ്രോബ്ലം നല്ല അടിപൊളിയായിട്ട് ചെയ്യും. ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലമാണ് പാട്, തിയറി അവരെങ്ങനെയെങ്കിലും പഠിച്ചു. സോ ഓരോരുത്തർ നിങ്ങൾക്ക് ഓരോ പാട്. ചിലർക്ക് രാവിലെ എഴുന്നേറ്റായിരിക്കും പഠിക്കാൻ ഇഷ്ടം, ചിലർക്ക് രാത്രി ഇരുന്നായിരിക്കും പഠിക്കാൻ ഇഷ്ടം, ചിലർക്ക് വന്ന ഉടനെ ഇരുന്ന് പഠിക്കും, ചിലർ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങിയിട്ട്. അത് നിങ്ങളുടെ ഇൻഡിവിജ്വലാണ്. ഞാനിനി എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റി എൻ്റെ ഒരു രീതി എന്നുള്ള കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ പഠിക്കുക. ആൻഡ് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ അതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.